Hello guys, welcome back to our channel. ഇന്നത്തെ പരിപാടി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കാം. എല്ലാരും ഹായ് പറ. അപ്പൊ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇന്നത്തത് നോമ്പ് തുറയായിരുന്നു. അപ്പൊ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സും പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സമോസയും ബജ്ജും ബോണ്ടയും ഉഴുന്നുവടയും പക്കോട എല്ലാവിധ ഐറ്റംസും ഞങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പൊ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഇന്നത്തെ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ കിടക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഇസ്മയിൽ നോമ്പ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വരി ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് തുടങ്ങാലോ, സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മളുടെ നിസക്കുട്ടിക്ക് മൈലാഞ്ചൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോ നിസന്റെ മമ്മ രണ്ട് കയ്യിലും നിറച്ച് കാലുമലൊക്കെ നിസക്കുട്ടിക്ക് മൈലാഞ്ചണ്ട് വെച്ചെടുത്ത്. നിസ എന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു മൈലാഞ്ചൊക്കെ ഇട്ടിട്ട്. നിസ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ഹായ് പറയൂട്ടോ. നിസക്കുട്ടിന്റെ ബർത്ത്ഡേ ആയിട്ട് നിസ് മൈലാഞ്ചിട്ടത്. അപ്പൊ റിഫുക്ക് മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞപ്പോ റിഫു രണ്ട് കയ്യുമലും കുഞ്ഞായിട്ട് രണ്ട് ജസ്റ്റ് ഒരു ഫ്ലവർ ആണ്ട് ഇട്ട്. അങ്ങനെ റിഫുന്റെ മൈലാഞ്ചി. അങ്ങനെ ആദ്യം തന്നെ ഒരു ചെമ്പട്ടിയാണ്ട് കയറ്റി വെച്ച് ചെമ്പട്ടിയിലേക്കണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത്. ചെമ്പട്ടി നല്ല ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് എണ്ണ നല്ല രീതിയിൽ നല്ല ചൂടായി വരുന്ന സമയത്ത് അതിനെ കുറച്ചു നേരം മൂടി വെക്കാം. മൂടി വെച്ചിട്ട് അത് നല്ല ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഗരം മസാല ഇട്ടുകൊടുക്കാം. ഗരം മസാല ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് നമുക്ക് മുളക് ഇട്ടുകൊടുക്കാം. മുളകൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ഉള്ളിനെ നല്ല രീതിയിലൊന്ന് മുരിപ്പിച്ചെടുക്കണം. അപ്പോൾ ഉള്ളി മുരിപ്പിക്കാൻ വെച്ചിട്ട് കുറച്ചു നേരം മൂടി വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേനും ഉള്ളി കുറച്ച് നല്ല രീതിയിൽ മുരിഞ്ഞ് വന്ന് ഉള്ളി മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിന് നല്ല മിക്സ് ആക്കി കൊടുത്തിട്ട് ഞങ്ങളൊക്കെ കുറച്ച് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉള്ളി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കുറച്ച് അധികം ഇടും, ടേസ്റ്റ് നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുത്തു. പുതിനയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ മസാലയൊക്കെ ആഡ് ചെയ്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എത്ര അരി, ഞങ്ങൾ കുറച്ച് അധിക പേരുള്ള കാരണം കുറച്ച് തോനെ ബിരിയാണി വെക്കണം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മസാലനെ കുറച്ച് നേരം നമ്മൾ മിക്സ് ആക്കിയിട്ട് വേവാൻ വേണ്ടിയിട്ട് മസാലൻ്റെ ഒക്കെ സ്മെല്ല് പോവാൻ വേണ്ടിയിട്ട് വേവാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ മസാല ഒന്ന് പിടിച്ച് വന്നപ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് തക്കാളിന് ശേഷം നമ്മൾ അതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. ലെമൺ ജ്യൂസ് ഒരു 2 ലെമൺ ജ്യൂസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ബിരിയാണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് പാലും കുറച്ച് തൈരും, പാലെന്ന് വെച്ചാൽ ഒരു 2 സ്പൂൺ പാലൊക്കെ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് തൈരും കൂടെ കൊടുത്തിട്ട് അതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് അതിനൊന്ന് നല്ല രീതിയിൽ വേവാൻ വേണ്ടി വെച്ച്. അരിക്ക് വേണ്ടിയിട്ട് ഒരു ചെമ്പട്ടിയിൽ വെള്ളം എടുത്ത് അതിലേക്ക് പുതിന ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കളറും ചേർത്ത് കൊടുത്ത്. കളറും ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം നല്ല രീതിയിൽ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് വെള്ളം ചൂടായി വരുമ്പോഴത്തേനും മസാല അവിടെ കുറച്ച് മസാല വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചിക്കന് വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്തിട്ട് ചിക്കന് വേവാൻ വേണ്ടി വെച്ച്. ചിക്കന് വെന്ത് വരുമ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ ഇതുണ്ടാക്കുമായിരുന്നു, കോഴി പൊരിച്ചത്. അപ്പം അതിലേക്ക് കോഴി പൊരിച്ചതിൻ്റെ മസാലയും കോൺഫ്ലോറും പിന്നെ നമ്മളുടെ സാദാ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിനൊരു മസാല ആക്കി എടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തൈര്, ഉപ്പ് ആവശ്യത്തിന് ഒക്കെ ഇട്ടുകൊടുത്ത് ലെമൺ ഇട്ടുകൊടുത്ത് വിനീഗർ കുറച്ചിട്ട് അതിൻ്റെ ഒരു മസാല ഉണ്ടാക്കി വന്നപ്പോഴത്തേനും നമ്മൾ പിന്നെ ചിക്കന് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിനൊന്ന് നോക്കണം. അപ്പം മസാല ചേർത്ത് അതിലേക്ക് കുറച്ച് വിനെഗറൊക്കെ ചേർത്ത് അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കോഴിനെ ആഡ് ചെയ്യും. കോഴിനെ ആഡ് ചെയ്ത് അതിന് ഒരു
അരമണിക്കൂറോളം എടുത്ത് വെച്ച് പൊരിക്കുന്നേക്കാളും മുന്നേ ഒരു മണിക്കൂറോളം നമ്മൾ അതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പൊ കോയിന്റെ മസാലയൊക്കെ പിടിച്ച് വരുമ്പോത്തിന് നമ്മളുടെ അവിടെ അപ്പുറത്ത് അരിയും വെന്തുകൊണ്ടുണ്ട്, ബിരിയാണിയും ആവുന്നുണ്ട്, കോയും റെഡി ആയിക്കൊണ്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്നലെ വെറുതെ ഫ്രീ ആയിട്ടുള്ള സമയത്ത് അമ്മായിൻ്റെ അടുക്ക് പോവാന്ന് വിചാരിച്ചിട്ട് എടുത്തോ പിടിച്ചോ എന്നിട്ട് പെട്ടെന്ന് പോയ ഒരു പരിപാടി ഉണ്ടായിരുന്നതാണ് ഇന്നലെ. അങ്ങനെ ചുമ്മാ ഞങ്ങൾ എല്ലാവരും ഒരു ഗെറ്റ് ടുഗെദർ ആയി നല്ല അടിച്ച് പൊളിച്ച് ഒക്കെ വീട്ടിലേക്ക് എല്ലാവരും രാത്രി തിരിച്ചു വന്ന്. അങ്ങനെ നമ്മളുടെ ചിക്കൻ റെസ്റ്റ് ആവുന്നുണ്ട്. അപ്പോത്തിലേക്കും നമ്മളുടെ കോഴി വെന്ത് വന്നു. കോഴി റെഡി ആയുമ്പോത്തിനും അരി അപ്പുറത്ത് തിളക്കുന്നുണ്ട്. അതിലേക്ക് വെള്ളം നല്ല തളിച്ച് വരുമ്പോൾ അതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. അരി ആഡ് ചെയ്തിട്ട് അരി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മസാല സെപ്പറേറ്റ് ആയിട്ടാ വേവിക്കാറ്. എന്നിട്ട് രണ്ടും മിക്സ് ആക്കി കൊടുക്കും. അങ്ങനെ നമ്മളുടെ കോഴി പൊരിച്ചോണ്ടുണ്ടല്ലോ. തേങ്ങ, മാങ്ങ, മുളക്, ഉപ്പ്, അങ്ങനെ മുളക് ചമ്മന്തി, പിന്നെ മാങ്ങ വെച്ചൊരു ചമ്മന്തി. ചമ്മന്തി റെഡി ആയിരിക്കുന്നു. ഉണ്ട ഉരുട്ടി വെച്ചു. ഇതിനെ നമുക്കെടുത്ത് മാറ്റാം. കളറാണിത്, കാശ്മീരിയാണ്. അങ്ങനെ അരിയും മസാലയും ഒരുമിച്ച് ചേർത്ത് ബിരിയാണി റെഡി ആയപ്പോൾ ദമ്മാവാൻ വേണ്ടിയിട്ട് ബിരിയാണിനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. അങ്ങനെ നമ്മളുടെ നിസ്സന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആരും അറിയാതെ ഞങ്ങൾ കേക്ക് മേടിക്കാൻ പോവാണ്. ഇസ്മയിൽ ഉണ്ട് കൂടെ. ഞങ്ങള് കേക്ക് ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ യാ ഹബീബി എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിലൊക്കെ കയറിയിരിക്കുന്നത്. ഇസ്മയില് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞു എടാ ആരും അറിയാതെ വണ്ടിന്റെ ചാവി എടുത്തിട്ട് വാ, നമുക്ക് പോയിട്ട് നിസ്സക്ക് നാളെ ബർത്ത്ഡേ ആണ്, അപ്പൊ ഒന്ന് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കേക്ക് മേടിച്ചിട്ട് തരാന്ന് വെച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനി എന്തായാലും ഈ കേക്ക് മേടിക്കുന്നോട്ട് പോയിട്ട് അടുത്ത വീഡിയോ. ഓക്കെ, ഷോപ്പിലേക്ക് വന്നു. അങ്ങനെ കേക്കൊക്കെ മേടിച്ചു. വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. വണ്ടി കൊണ്ടു. എന്തായാലും കേക്കിന്റെ ഫോട്ടോക്കെ അറിയില്ല. കേക്ക് മേടിക്കാൻ ഇനി വീട്ടിലെത്തിയിട്ട് ഞാൻ ബാക്കിയുള്ള അവിടെ റിയാക്ഷന് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, दो जने का भी बर्थडे फर्स्ट मैं केक काटती हूँ. मेरा बर्थडे आपको तुझे हैप्पी बर्थडे. അവിടെ താത്ത വന്ന റിയാക്ഷൻ. അമ്മായി ഹായ് പറ. അമ്മേ രണ്ടാളെ ഹായ് പറ. ശാന്തിക എവിടെ നമ്മള് കേക്ക് ഓഡിയൻസ് वीडियो पकड़ रही फोटो पकड़ो. अभी नहीं Happy birthday to you. Happy birthday to you.
നിശക്ക് ഇത് പിടിക്ക് നിശ ഇതെടുക്ക അതിനെല്ലാവർക്കും കൊടുക്ക് കൊടുക്ക് അടുക്കളയില് ഗ്യാസ് അങ്ങനെ കൊടുക്കല്ലേ അങ്ങനെ തന്നെ പിന്നെ വേഗത്തൂരും അവിടെ കേക്ക് ഉള്ളത് ഇത്രേ ഉള്ളൂ ആ കേക്ക്. ഇതെടുത്തോ പിന്നെ എല്ലാവർക്കും കൊടുക്കട്ടാ ഫുള്ള് പിടിക്കേ കൊടുക്കട്ടെ വേണോ അതെ ടീച്ചർ സത്യമാക്ക് കൊടുക്കും നിസു ഇവിടെ നിക്ക് നിസു 100 മാക്ക് അനിക്ക് നിക്ക് ഇങ്ങോട്ട് ബാ 100 മാർക്ക് കൊടുക്ക് ബാ ഫുള്ള് പിടിച്ചോ ആ ബാ നോർമാക്കും മമ്മാക്ക് ഒരു മിനിറ്റ് അമ്മ കുട്ടി എല്ലാവർക്കും കൊടുക്കട്ടെ മൊബൈലും കൂടി വേണം മോളെ യൂട്യൂബിൽ അമ്മായിന്റെതോടെ മൈക്കിൽ അതെടുത്തിട്ട് വന്നാൽ മതി. പരിപാടി അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അമ്മായിമാനെയും വല്യമാനെയും അടുക്കളയിൽ കൊണ്ടുവരേണ്ടി അവിടെ ഉപ്പാക്ക് കൊടുക്കും ഉപ്പ കൊടുക്ക് അമ്മായി എടുത്ത അമ്മായിക്ക് അവളുടെ കാട്ടി മോശം പതിലടിച്ചിട്ടില്ല. എന്താണ് ആദ്യം ഉറുക്ക് അയ്യ അങ്ങനെ ഇരിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പിടിക്കണം ആൾക്കാരൊക്കെ ചീത്തോടി പിന്നെ ഏത് നോക്കാന്നോട്ടെ ഇവിടെ അവിടെ അടങ്ങി നിന്നാ മതി. മഹർ നടന്നു നടക്കണം പപ്പു കാട്ടിന്റെ അങ്ങനെ സത്യം പറഞ്ഞാല് ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ഫുഡ് അങ്ങ് റെഡി ആയപ്പോൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.